പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ പി ബി ജിജീഷ്. ജസ്റ്റ് റൈറ്റ്സിലേക്ക് സ്വാഗതം. ഗാന്ധി ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു ജീവിതമാണ്, സന്ദേശമാണ്. എന്നാൽ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലും ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന സവിശേഷമായ ഹിംസാത്മകമായ ഒരു കാലഘട്ടത്തിലും ഗാന്ധിയെ വീണ്ടും ആവർത്തിച്ച് ഓർമ്മിച്ചെടുക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗാന്ധിയെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ പല അഭിപ്രായങ്ങളും വരാറുണ്ട്. എന്നാൽ എല്ലാ അഭിപ്രായങ്ങൾക്കും അപ്പുറം ആത്യന്തികമായി ആ മനുഷ്യൻ നീതിക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കത്തിനിടയില്ല. എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന, എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിക്കുന്ന, മർദ്ദിതരെവിടെയുണ്ടോ അവർക്കെല്ലാം വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരാശയം എന്ന നിലയിൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ദർശനവും എക്കാലത്തേക്കാളും പ്രാധാന്യം അർഹിക്കുന്നു ഇന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച്, ഗാന്ധിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് പ്രൊഫസർ എം പി മത്തായിയാണ്. അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട്സിൻ്റെ ഡയറക്ടറും അഹമ്മദാബാദിലെ ഗാന്ധി വിദ്യാപീഠിലെ പ്രൊഫസറും ഗാന്ധി റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഡീനും ഒക്കെയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ സർവകലാശാലകളിൽ ഗാന്ധി ദർശനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. സ്വാഗതം ശ്രീ എം പി മത്തായി. നമസ്കാരം. നമ്മൾ ആരംഭിക്കുമ്പോൾ പൊതുവെ പറയുന്നത് പോലെ ഗാന്ധി ദർശനത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ ഗാന്ധിയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അത് വളരെ ചുരുക്കി മറുപടി പറയാവുന്നൊരു കാര്യമല്ല എന്ന് ജിജീഷിന് അറിയാമല്ലോ. വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ ജിജീസ് ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് തലങ്ങളിൽ നമ്മൾ അതിനെ സമീപിക്കേണ്ടി വരും. ഒന്ന് ഇന്ത്യയുടെ ഒരു സാഹചര്യമുണ്ട്, മറ്റൊന്ന് ഒരു അന്തർദേശീയ സാഹചര്യം, ഒരു ലോക സാഹചര്യമുണ്ട്. നമുക്ക് തത്കാലം ഇന്ത്യൻ സാഹചര്യത്തിൽ പരിമിതപ്പെട്ട് നിന്ന് അത് നിരീക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. ലോക സാഹചര്യത്തെപ്പറ്റിയും എനിക്ക് സാമാന്യം നല്ല ധാരണയുണ്ട്. കാരണം ഞാൻ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഗാന്ധിമാർഗ പ്രവർത്തകരെ അല്ലെങ്കിൽ അഹിംസ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് തൽക്കാലം ഇന്ത്യൻ സാഹചര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട്, കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചുരുങ്ങിയ സമയത്ത് ചർച്ച നടത്തുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു സാഹചര്യം ഈ ഗാന്ധിജിയുടെ ഓർമ്മ, ഗാന്ധിജിയുടെ പൈതൃകത്തിൻ്റെ സവിശേഷത ഇതെല്ലാം മായ്ച്ചു കളയുന്നതിന് വേണ്ടി, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സംഭാവനകളെ തന്നെ മായ്ച്ചു കളയുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടം വളരെ ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ മാത്രമല്ല, ആ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ശക്തികളുണ്ട്. നമ്മൾ സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്ന വളരെ വിപുലമായ സംവിധാനങ്ങളുള്ള, വിഭവങ്ങളുള്ള, അത് ബൗദ്ധികവും സാമ്പത്തികവും എല്ലാ തലങ്ങളിലുമുള്ള വിഭവങ്ങളുള്ള ശക്തികൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഗാന്ധിജിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഗാന്ധിജിയെ നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടി, ഗാന്ധിജിയെ ഡെമണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരെ ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ അവരുടെ ഒരു പ്രൊഫൈൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആ വിഭാഗത്തെ ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ഗാന്ധിജിയെപ്പറ്റി വളരെ കാര്യമായി ഒന്നും പഠിക്കാത്ത ആളുകൾ, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിജിയെ നിന്ദിക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഗാന്ധിജി ഒരു ദേശീയ ബിംബമാണ്, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, ലബ്ധപ്രതിഷ്ഠമായ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ബിംബം കൂടിയാണ് ഗാന്ധിജി എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ബിംബവൽക്കരണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഗ്രഹഭഞ്ജനത്തിൽ കൂടി പുരോഗമനവാദികളും വിപ്ലവകാരികളും ഒക്കെ ആകാമെന്നും
മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരാമെന്നും കരുതി ഗാന്ധിജിയെ ആക്രമിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. രണ്ടാമത്. മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ ഗാന്ധിജിയെ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ഗാന്ധിജിയുടെ പൈതൃകം നമുക്കങ്ങനെ നിസാരവൽക്കരിക്കാവുന്നതോ തള്ളിക്കളയാവുന്നതോ അല്ലെന്നും അത് വലിയ ഒരു മുതൽക്കൂട്ട്, ഒരു ഈടുവെപ്പാണെന്നും അതിന് വലിയ ഒരു ശക്തിയുണ്ടെന്നും ഇന്ത്യൻ ജനതയുടെ, ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു ആത്മവത്തയിൽ വേരുറച്ചു കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് ഈ ഗാന്ധിയൻ പൈതൃകത്തിൻ്റെ കരുത്ത് എന്നും തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ. അവരാണ് വാസ്തവത്തിൽ ഇന്ന് ഭരണത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളാണ് ഈ വലതുപക്ഷ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്നവരാണ് ഒരുപക്ഷെ ഗാന്ധിജിയെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവർ. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ സ്മരണ, ഗാന്ധിജിയുടെ നിലനിൽക്കുകയും ഗാന്ധിജിയുടെ പൈതൃകം ഇവിടെ വേരോടുകയും ചെയ്ത് തുടർന്നും വേരോടിക്കൊണ്ടിരുന്നാൽ, അതിൻ്റെ കരുത്ത് നിലനിർത്തിക്കൊണ്ടിരുന്നാൽ അത് അവരുടെ അജണ്ട നടപ്പാക്കുന്നതിന് വലിയ ഒരു വിഘാതമാകും എന്ന് കണ്ട് അതിനെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഇന്ന് ഗാന്ധിജിയുടെ സ്ഥാനം എന്തായിരിക്കണമെന്നും അതിൻ്റെ പ്രസക്തി എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ദേശീയതയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ ഒരു സങ്കല്പം, മതത്തിനും വംശത്തിനും എല്ലാവിധ വിഭാഗീയതകൾക്കും അതീതമായ മനുഷ്യരെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദേശീയ ബോധവും ഇന്ന് ഭരണത്തിലിരിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രസങ്കല്പവും തമ്മിലുള്ള ഒരു സംഘർഷം, ആ സംഘർഷത്തിൽ നീതി ഏത് പക്ഷത്താണ് എന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടുകൂടിയായിരിക്കാം. നമ്മൾ ഒരു കുറച്ച് ചരിത്രപരമായി തന്നെ ഈ പ്രശ്നത്തെ വിശകലനം അന്വേഷിക്കേണ്ടി വരും എന്നാണ് ജിജീഷ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിൽ 21 വർഷം തെക്കേ ആഫ്രിക്കയിൽ പ്രവർത്തിച്ചതിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചു വരുന്നത് 1915 അദ്ദേഹം തെക്കേ ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു ജീവിതക്രമവും സമരരീതിയും അദ്ദേഹം അവതരിപ്പിച്ചു. അത് ശക്തമായി മുന്നേറുന്ന ഒരു സമയത്താണ് 1906 സത്യാഗ്രഹം ടേം ഗാന്ധിജി രൂപപ്പെടുത്തുന്നതും സത്യാഗ്രഹം തെക്കേ ആഫ്രിക്കയിൽ പ്രയോഗിച്ചതും. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാണ് 1906 ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം എഴുതുന്നത്. ഹിന്ദ് സ്വരാജ് ഓർ ഇന്ത്യൻ ഹോം റൂൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിൽ അദ്ദേഹം ഒരു ഭാവി ഭാരതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റിൻ്റെ ഏകദേശം ഒരു ബ്ലൂ പ്രിൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അദ്ദേഹം ആ ചെറിയ ഗ്രന്ഥത്തിൽ, ഒരു ട്രാക്റ്റാണത്, അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകം ഗോഖലെ വായിക്കാനിടയായി. ലോകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും വായിച്ചു. ടോൾസ്റ്റോയ് ഉൾപ്പെടെയുള്ള ആളുകൾ വായിച്ചു. ടോൾസ്റ്റോയ് ഈ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞത് ഇതിൻ്റെ ശീർഷകം മാറ്റണം, കാരണം ഇത് ഇന്ത്യയുടെ ഒരു സ്വരാജിനെ പറ്റിയല്ല, ഇത് മാനവരാശിയുടെ സ്വരാജിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ശീർഷകം ഇതിൻ്റെ സ്കോപ്പിനെ, സാധ്യതയെ പരിമിതപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ് ടോൾസ്റ്റോയ്ക്ക് അതിൽ ഒരു ഭേദഗതി നിർദ്ദേശിക്കാനുണ്ടായിരുന്നത്. എങ്കിൽ ഗോഖലെ പറഞ്ഞത് ഇത് വളരെ അപക്വമായ അഭിപ്രായങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണെന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ഗാന്ധിജിയോട് പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയിൽ തിരിച്ച് വന്ന് ഇന്ത്യയെ കുറേ കൂടി അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിട്ടുള്ള പല അഭിപ്രായങ്ങളും മാറ്റാൻ സാധ്യതയുണ്ട്, മാറ്റേണ്ട ആവശ്യമുണ്ട് എന്ന് ഗോഖലെ വിശ്വസിച്ചു. അദ്ദേഹം ഗാന്ധിജിക്ക് കൊടുത്ത ഉപദേശം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ തിരിച്ചു വന്നാൽ ചുരുങ്ങിയത് 1 വർഷത്തേക്കെങ്കിലും ഇവിടുത്തെ പൊതുജീവിതത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടരുത്, നിങ്ങൾ ഇന്ത്യയെ മനസ്സിലാക്കണം, ഇന്ത്യയെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് ആദ്യം ചെയ്തത് 1 വർഷത്തിലധികം കാലം അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. നമ്മളതിനെ വളരെ ലളിതവൽക്കരിച്ച് ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ഇന്ത്യയുടെ സാഹചര്യത്തിൽ, അന്ന് സഞ്ചാരത്തിൻ്റെ സൗകര്യങ്ങളുടെ പരിമിതികൾ ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇന്ത്യ പോലുള്ള ഒരു അതിവിസ്തൃതമായ ഒരു ഉപഭൂഖണ്ഡത്തിൻ്റെ എല്ലാ ഭാഗത്തെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും സഞ്ചരിച്ച് ഗ്രാമീണ ജനതയെ കാണുകയും അവരോടൊപ്പം താമസിച്ച് അവരുടെ ജീവിതം മനസ്സിലാക്കുകയും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് എത്രയോ ക്ലേശകരമായ ഒരു കാര്യമാണെന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്.
അങ്ങനെ അദ്ദേഹം ഒരു വർഷത്തിലധികം കാലം ഇന്ത്യയിൽ സഞ്ചരിച്ച് ഇന്ത്യൻ ജീവിതം എന്താണെന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹം ഗോഖലെ പറഞ്ഞതുപോലെ ഒരർത്ഥത്തിൽ ഇന്ത്യൻ ജീവിതത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ തീവ്രത, അതിൻ്റെ രൂക്ഷത, അതിൻ്റെ വൈപുല്യം, അതിൻ്റെ ആഴം, അത് പരിഹരിക്കുന്നതിനുള്ള വൈഷമ്യങ്ങളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കുന്നത് അന്നേരമാണെന്നുള്ളതാണ്. അങ്ങനെ ആ നേരിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഒരു രാഷ്ട്രത്തെപ്പറ്റി സങ്കല്പിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഹിന്ദു സ്വരാജ് എഴുതിയപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ സങ്കല്പത്തെ തിരുത്താതെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം നൽകിക്കൊണ്ട് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ ദേശരാഷ്ട്രത്തെപ്പറ്റി നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ബെനഡിക്റ്റ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം നാഷണലിസത്തെ പറ്റി എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ശീർഷകം ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്, റിഫ്ലക്ഷൻസ് ഓൺ ദ ഒറിജിൻ ആൻഡ് സ്പ്രെഡ് ഓഫ് നാഷണലിസം എന്നാണ്. ഇത്തരം ചർച്ചകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു റിസോഴ്സാണ്, ഒരു വിഭവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഒരു ദേശരാഷ്ട്രം എന്ന് പറയുന്നത്, ഒരു നേഷൻ എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണെന്നുള്ളതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ദേശമെന്നോ അല്ലെങ്കിൽ ഒരു നേഷൻ എന്നോ ഒരു നേഷൻ സ്റ്റേറ്റ് എന്നോ ദേശരാഷ്ട്രമെന്നോ പറഞ്ഞാൽ അത് നേരിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒന്നല്ല, നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റിയാണ് അതെന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെ പറ്റിയും നമുക്ക് യഥാർത്ഥത്തിൽ കൃത്യമായ ധാരണകളൊന്നുമില്ല. നമ്മളവരെ കണ്ടിട്ടില്ല, നേരിട്ട് ഇടപഴകിയിട്ടില്ല, അവരുടെ ജീവിതക്രമം എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഒരു കാലത്തും ഒരുപക്ഷെ അവരെ നേരിട്ട് കാണാനോ പരിചയപ്പെടാനോ സാധ്യതയില്ല, അവരുമായിട്ട് സംസാരിക്കുന്നില്ല. എങ്കിലും നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ ഭാവന ചെയ്യുന്നു. അതാണ് അദ്ദേഹം ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ നമ്മൾ ഭാവന ചെയ്യുമ്പോൾ, നമ്മുടെ ഒരു സങ്കല്പത്തിൽ അത് രൂപപ്പെടുത്തുമ്പോൾ, നമുക്ക് ആ കമ്മ്യൂണിറ്റിയെ പറ്റി ഒരു ചില ധാരണകൾ നമ്മൾ രൂപപ്പെടുത്തും, സ്വാഭാവികമായി രൂപപ്പെടുത്തും. അദ്ദേഹം പറയുന്നത് അതിനൊരു സിസ്റ്റം നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഒരു സിസ്റ്റം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രക്ചർ, നമ്മളതിനൊരു സ്ട്രക്ചർ, ഒരു ഘടന സങ്കല്പിക്കും. ആ ഘടനയിൽ രണ്ട് കാര്യങ്ങളുണ്ടാകും എന്ന് ആൻഡേഴ്സൺ പറയും. അതൊന്ന്, അത് മറ്റുള്ള ആർക്കും വിധേയപ്പെട്ട് നിൽക്കുന്ന, മറ്റുള്ള ആരുടെയും മേൽക്കോയ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ നിൽക്കുന്ന ഒന്നായിരിക്കരുത്. അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ബാഹ്യശക്തികളുടെ നിയന്ത്രണമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് വിചാരിക്കുന്നത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അതിലെ ജനത സ്വതന്ത്രമായിരിക്കും, ഫ്രീ ആയിരിക്കും. ഫ്രീ എന്നുള്ള വാക്കാണ്, ഇൻഡിപെൻഡൻറ്റും ഫ്രീയും രണ്ട് അർത്ഥതലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ജനങ്ങൾ ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കഴിവുകൾ, പ്രാപ്തികൾ ഇത് പരമാവധി വികസിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ദേശത്തെ ജനതയുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ആൻഡേഴ്സൺ പറയുന്നത്. മൂന്നാമത്തെ സംഗതി ആൻഡേഴ്സൺ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ അവർക്ക് പൊതുവായ ചില മൂല്യങ്ങൾ, പൊതുവായ ചില വിശ്വാസങ്ങൾ ഉണ്ടാകണം. അതിനോടുള്ള ഒരു പ്രതിബദ്ധത അവരുടെ മനസ്സിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ അവരൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ഘടകം. ദേശരാഷ്ട്രത്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഫ്രീ, സ്വതന്ത്രമായിരിക്കണം, ആഭ്യന്തരമായി സ്വതന്ത്രമായിരിക്കണം, അതൊരു കമ്മ്യൂണിറ്റി ആയിരിക്കണം. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഒരു സമുദായം എന്ന് പറയുന്നത് ഒരു സമുദായമായി തീരണമെങ്കിൽ അതിന് പൊതുവായ ചില സ്വപ്നങ്ങളും ചില വിശ്വാസങ്ങളും ചില ഷെയർഡ് ഐഡിയൽസ് എന്ന് പറയും, നമ്മൾ പങ്കിടുന്ന ചില ആദർശങ്ങളും ആശയങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകണം. അതിനു വേണ്ടി കഷ്ടപ്പെടുന്നതിനും ത്യാഗം സഹിക്കുന്നതിനും വേണ്ടി വന്നാൽ ജീവത്യാഗം ചെയ്യുന്നതിനും ഈ ജനവിഭാഗം സന്നദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഒരു നാഷൻ, ഇതിനെയാണ് നാഷണലിസം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്ന് ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് പതിയെ പല മൂവ്മെൻറ്റിൽ കൂടിയാണ് ഗാന്ധിജി വരുന്നത്. ഇപ്പോൾ അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു സമരം ചെയ്തു. അതിനു മുമ്പ് ഖേഡയിലെ കർഷകർക്ക് വേണ്ടി ചെയ്തു.
അതിനുശേഷം അദ്ദേഹം ബീഹാറിൽ ചമ്പാരനിലെ കർഷകർക്ക് വേണ്ടി സമരം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞ് 1919 അമൃത്സറിലുണ്ടായ കൂട്ടക്കൊലയെപ്പറ്റി നമുക്കറിയാം, ജനറൽ ഡയറിൻ്റെ. അതാണ് ഇന്ത്യയെ ഞെട്ടിക്കുകയും ഇന്ത്യയെ യൂണിഫൈ ചെയ്യുന്നതിന്, ഇന്ത്യൻ ജനതയെ വൈകാരികമായി ഒരു സംയോജിപ്പിക്കുന്നതിന്, സംഘടിപ്പിക്കുന്നതിന് സഹായിച്ച വലിയൊരു ഘടകമാണ്. അതിൽ ഗാന്ധിജി എടുത്തൊരു പങ്കുണ്ട്. ആ സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളുടെ കൂടി ഫലമായിട്ടാണ് ഡയറിനെ വിസ്തരിക്കാനിടയായതെന്നൊക്കെ നമുക്കറിയാം. ഞാൻ അതിൻ്റെ കഥകൾ വിസ്തരിച്ച് പറയുന്നില്ല. ഈ സംഭവങ്ങളുടെ ഒരു പരിസമാപ്തി എന്നുള്ള നിലയിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് കടന്നു വരികയും ഗാന്ധിജിയുടെ സാന്നിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ, ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു നിർണായക ഘടകമായി മാറുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ സമയത്ത് ഗാന്ധിജി ഈ ഒരു ദേശീയത എന്ന് പറയുന്ന ഒരു ഭാവനയും ഒരു വികാരവും ഒരു ആശയവും ഒരു ആദർശവും ഇന്ത്യൻ ജനതയുടെ ഉപരിതലത്തിലുള്ള ബുദ്ധിജീവികളായ എലീറ്റുകളായ ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ മനസ്സിൽ മാത്രമല്ല, ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിലും അത് സൃഷ്ടിക്കുന്നതിനും വലിയ ഒരു വികാരം അതേ സംബന്ധിച്ച് മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കുന്നതിനും ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യ ഒരു രാഷ്ട്രം, ഒരു ദേശരാഷ്ട്രമായി രൂപപ്പെടണം എന്നുള്ള ഒരു വിചാരം, ഒരു വികാരം ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ആദ്യമായി അതിൻ്റെ വിത്ത് പാവുകയും അതിനെ പതിയെ മുളപ്പിച്ച് വളർത്തി എടുക്കുകയും ചെയ്തത് ഗാന്ധിജിയുടെ വാക്കുകളും പ്രവൃത്തിയുമാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗാന്ധിജിയെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുകയും ഗാന്ധിജിയെ ഈ രാഷ്ട്രത്തിൻ്റെ, ഒരു ദേശരാഷ്ട്രത്തിൻ്റെ ഒരു ശത്രുവായി കാണുകയും ഇവിടെ നിന്ന് തൂത്തെറിയപ്പെടേണ്ട ഒന്നായി ഒക്കെ കരുതുകയും ചെയ്യുന്ന മനുഷ്യർ വിസ്മരിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു നിർമ്മാണ ഘടകത്തെയാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ ഒരു രാഷ്ട്രമാക്കി തീർക്കുന്നതിൽ ഗാന്ധിജി വഹിച്ച പങ്ക് ഏറ്റവും നിർണായകമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അതേപ്പറ്റി പറയാനുള്ളത്. ഗാന്ധിയുടെ രാഷ്ട്രസങ്കല്പം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ യൂറോപ്യൻ ദേശരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് വിഭിന്നമായിരുന്നു. എങ്ങനെയാണ് അത് ഇന്ത്യക്ക് അനന്യമായ ഒരു ദേശീയതാബോധം നൽകിയതെന്ന്? അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ജിജീഷ്. അതായത് ഒരു ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീരുമ്പോൾ അതെങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി ഗാന്ധിജി 1908 ആ സമയത്ത് ലണ്ടനിൽ പോകും. ലണ്ടനിൽ പോകുന്നത് തെക്കേ ആഫ്രിക്കയിലെ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലണ്ടനിലെ ഒപ്പീനിയൻ ബിൽഡേഴ്സുണ്ട്, അഭിപ്രായം സ്വരൂപിക്കുന്ന പ്രമാണികളായിട്ടുള്ള ആളുകളുണ്ട്, ചിന്തകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ. അവരെ കണ്ട് സംസാരിച്ച് ലോബിയിങ് നമ്മൾ പറയും, ലോബിയിങ്ങിന് വേണ്ടിയാണ് പോയത്. പോയ സമയത്ത് ഗാന്ധിജി ചെയ്തത്, അന്ന് ലണ്ടനിൽ പഠിക്കുന്നതിനും മറ്റുമായി വന്നു ചേർന്നിട്ടുള്ള യുവാക്കളെ കാണുന്നതിന് ഗാന്ധിജി പ്രത്യേകം ശ്രദ്ധിച്ചു. അന്ന് അവിടെ ഒരു ഹോസ്റ്റൽ നടത്തിയിരുന്നു. ദാമോദർ സവർക്കർ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായിരുന്നു. അങ്ങനെ സവർക്കർ ഉൾപ്പെടെയുള്ള ആളുകളെ, ഇന്ത്യൻ സ്റ്റുഡൻസിനെ, ഇന്ത്യൻ ചെറുപ്പക്കാരെ കാണുകയും ഗാന്ധിജി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഈ ഗാന്ധിജി അവിടെ എത്തുന്നതിന് മുമ്പാണ് അവിടെ ഒരു വലിയ കൊലപാതകം നടക്കുകയും അതിൻ്റെ ഒരു വിസ്താരം നടക്കുകയും ചെയ്തത്. കഴ്സൺ വൈലി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനെ ഒരു ഇന്ത്യക്കാരൻ ചെറുപ്പക്കാരൻ വധിക്കുകയും അയാൾ അവിടെ വിസ്തരിക്കുകയും ചെയ്ത ഒരു ധിംഗ്ര എന്ന് പറയുന്ന ആളാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, മദൻലാൽ ധിംഗ്ര. അത് വലിയ ചർച്ചയാകുന്നൊരു സമയമാണ്. അപ്പോൾ ധിംഗ്ര കോടതിയിൽ എന്തുകൊണ്ട് ഞാൻ ഈ വെള്ളക്കാരനെ വധിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഡിഫൻസ് അദ്ദേഹം അവതരിപ്പിച്ചത് അത്യന്തം വൈകാരികമായിട്ടുള്ള ഒന്നാണ്. അത് കേട്ട് ഇങ്ങനെ കോൾമയർ കൊള്ളാത്ത ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഗാന്ധിജി ഇവരെ കണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ യുവാക്കളോട് ഗാന്ധിജി ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ ഇന്ത്യ സ്വതന്ത്രമാകണമെന്ന് പറയുന്നു, എന്താണ് സ്വതന്ത്ര ഭാരതത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സങ്കല്പം എന്നാണ് ഒരു ചോദ്യം. അപ്പോൾ അതിനവർക്ക് തൃപ്തികരമായൊരു മറുപടി പറയാനുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത്, ഇപ്പോൾ ഒരു ഭരണകൂടം ഉണ്ടല്ലോ, അവിടെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ട്, അതിപ്പോൾ വെള്ളക്കാരാണ് നയിക്കുന്നത്, അവരെ മാറ്റി ഇന്ത്യക്കാർ ഈ ഭരണയന്ത്രം തിരിക്കുക, അത്രയാണ് അവർക്കുണ്ടായിരുന്ന സങ്കല്പം. അല്ലാണ്ട് ഒരു സ്വതന്ത്ര ഭാരതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ അവർക്കുണ്ടായിരുന്നില്ല.
രണ്ടാമത്തെ സംഗതി, എങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് അവർക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. എന്ത് മാർഗവും ഉപയോഗിക്കാം, അക്രമം ഉൾപ്പെടെ. ഇപ്പോൾ കഴ്സൺ വൈലിയോട് ചെയ്തതുപോലെ, ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളതുപോലെ അക്രമം ഉപയോഗിച്ചും ഇത് നേടിയെടുക്കാം. ഇത് രണ്ടും ഗാന്ധിജിയെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഈ ചെറുപ്പക്കാരാണ് നാളെ ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കേണ്ടത് എന്നുള്ളത്, ഈ രാഷ്ട്രയന്തം ചലിപ്പിക്കേണ്ടത് അവരാണെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തിരികെ പോരുന്ന വഴി ഈ പുസ്തകം എഴുതുന്നത്. അതിനകത്ത് അദ്ദേഹം 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, എന്താണ് സ്വരാജ് എന്ന് നിർവചിച്ചു. രണ്ടാമത്, ഈ സ്വരാജ് നേടുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്താണ് എന്നുള്ളതിനെപ്പറ്റിയും വിസ്തരിച്ചെഴുതി എന്നുള്ളതാണ്. അത് അക്രമത്തിൽ അധിഷ്ഠിതമാവരുത്, അക്രമരഹിതമായിരിക്കണം പൂർണ്ണമായും. സ്വരാജിന് അദ്ദേഹം നിർവചനമൊക്കെ കൊടുത്തു, അത് ഞാനിപ്പോൾ പറഞ്ഞ സമയം കളയുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ബ്രിട്ടീഷുകാർ, യൂറോപ്യൻസ് ഈ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും മറ്റു സ്ഥലങ്ങളിലും കോളനികൾ ഉണ്ടാക്കുകയും കോളനിവൽക്കരണം അവരുടെ ഒരു ചുമതലയായി, ഒരു കടമയായി അവർ വിശദീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർ കോളനിവൽക്കരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ? കാരണം അവരതിന് കൊടുത്ത ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങൾ, ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു പരിഷ്കൃത രാജ്യങ്ങളല്ല, അവർ സിവിലൈസ്ഡ് അല്ല. അതുകൊണ്ട് അവരെ പരിഷ്കൃതരാക്കുക, പരിഷ്കാരികളല്ല, പരിഷ്കൃതരാക്കുക, സിവിലൈസ്ഡ് ആക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം അവരേറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിവിലൈസിങ് മിഷൻ എന്ന് പറയും അതിന്. ഇപ്പോൾ ഇന്ത്യയിൽ ഇതേപ്പറ്റി 2 പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന്, വില്യം ആർച്ചർ എന്ന് പറയുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതി, അതിൻ്റെ ശീർഷകം ഈസ് ഇന്ത്യ സിവിലൈസ്ഡ് എന്നാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവാണ്. ഈസ് ഇന്ത്യ സിവിലൈസ്ഡ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭാഷാ ശൈലി പ്രകാരം നോ, ഇന്ത്യ ഈസ് നോട്ട് എന്നാണ് മറുപടി. അതുപോലെ മേയോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വനിതയുടെ ഒരു പുസ്തകമുണ്ട്, മദർ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് രണ്ടിലും ഇന്ത്യ ഒരു പരിഷ്കൃത രാജ്യമല്ല, വളരെ പ്രാകൃത രാജ്യമാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആളുകളെ, 3-ാം ലോക രാജ്യത്തെ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ആളുകളെ സൂചിപ്പിക്കുന്നതിന് യൂറോപ്യൻ കോളനിയുടെ യജമാനന്മാർ, കൊളോണിയൽ മാസ്റ്റേഴ്സ് ഉപയോഗിച്ചിരുന്ന വാക്ക് സാവേജ് എന്നുള്ള വാക്കാണ്. അവർ അപരിഷ്കൃതരായിരുന്നു എന്നുള്ളതിനപ്പുറത്ത് അവർ വെറും കാടന്മാരായിരുന്നു, മൃഗതുല്യരായിരുന്നു എന്നുള്ളതാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഗാന്ധിജി ഹിന്ദ് സ്വരാജിൽ പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കരുത്തെന്താണെന്ന് അദ്ദേഹം പറയുകയാണ്. യൂറോപ്യൻ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് പുതുതായി ഒന്നും പഠിക്കാനില്ല. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വളരെ കരുത്തുള്ള മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന് ഗാന്ധിജി വാദിച്ച് സ്ഥാപിക്കുന്നുണ്ട് ഇതിനകത്ത്. അതോടൊപ്പം തന്നെ ഒരു പുതിയ ദേശരാഷ്ട്രം രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ സ്വഭാവം, പിന്നീട് ഇന്ത്യയിലെ ഈ കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കളും ശ്രമിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഗാന്ധിജിക്കുണ്ടായിരുന്നത്. നമുക്ക് തനതായ, നമ്മളുടേതായിട്ടുള്ള ഒരു ദേശരാഷ്ട്ര സങ്കല്പം ഉണ്ടാകണം. പിന്നീട് ഗാന്ധിജി അത് വിപുലപ്പെടുത്തി. അത് ഈ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യം, ഇന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യം, അത് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ളതായാലും അല്ലെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം അമേരിക്കൻ മാതൃകയിലുള്ളതായാലും അതല്ല ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു അടിസ്ഥാന മൂല്യങ്ങൾക്കും ആത്മവത്തയ്ക്കും ചേരുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രാഷ്ട്രസങ്കല്പം ഉണ്ടാകണം. അതിന് അധികാരം വികേന്ദ്രീകരിച്ച് ജനങ്ങൾ തന്നെ അധികാരം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ക്രമേണ മാറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, ഒരു വികേന്ദ്രീകൃത രാഷ്ട്രസങ്കല്പം, അതിൻ്റെ ഒരു മൂലഘടകമായിട്ടാണ് അദ്ദേഹം ഈ പഞ്ചായത്തി രാജിനെ സങ്കല്പിച്ചിരുന്നത്. അത് ഇന്ത്യയിൽ, ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നമ്മൾ അനുവർത്തിച്ചു പോന്ന അല്ലെങ്കിൽ പ്രയോഗിച്ചു പോന്ന നിലനിന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു അത് പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായമൊന്നും ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഷ്കരിച്ച് മാറ്റി അതിനെ ആധുനിക കാലഘട്ടത്തിന് ചേർന്നതും കൂടുതൽ ജനാധിപത്യപരമായി നടത്തുന്നതുമായിട്ടുള്ള ഒന്നാക്കി രൂപപ്പെടുത്തിയെടുത്ത് ഈ റിപ്പബ്ലിക്കുകളുണ്ടാകണം. അങ്ങനെ റിപ്പബ്ലിക്കുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലുള്ള ഒരു രാഷ്ട്രസങ്കല്പമാണ്. അതിനാണ് ഗാന്ധിജി ഗ്രാമസ്വരാജ് എന്ന് പേരിട്ടത്. അതായിരുന്നു ഗാന്ധിജിയുടെ സങ്കല്പത്തിലെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത്. ഇത് യൂറോപ്യൻ സങ്കല്പത്തിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതും ഈ ജനാധിപത്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരു കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ
പരിമിതികളെ, അതിൻ്റെ അപകടങ്ങളെയും വളരെ ഫലപ്രദമായി മറികടക്കുന്നതിന് സാധിക്കുന്നതുമായ ഒരു സമ്പ്രദായമായിട്ടാണ് ഗാന്ധിജി മനസ്സിലാക്കിയതും വിഭാവനം ചെയ്തതും അദ്ദേഹം അത് വിശദീകരിച്ചതും എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇതാണ് പൊതുവേ അതേപ്പറ്റി പറയാനുള്ളത്. ഇന്നും ഞാനൊരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ഭരണഘടനാ പരിഷ്കാരങ്ങൾ രാജീവ് ഗാന്ധി വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഭരണഘടനാ പരിഷ്കാരങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ഈ വികേന്ദ്രീകൃത സിസ്റ്റം എന്ന് പറയുന്നുണ്ടല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളായിട്ട് മാറ്റിയെടുത്ത ആ പരിഷ്കാരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഗാന്ധിയൻ സങ്കല്പത്തിലേക്ക് അടുക്കേണ്ടതിൻ്റെ, അത് പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ ഒരു അനുപേക്ഷണീയത തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ്. കാരണം കേന്ദ്രീകൃത ജനാധിപത്യം എത്ര കണ്ട് അപകടങ്ങൾ ചെയ്യും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് അത് കഴിയുന്നതും ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വികേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് ഒരു ഘട്ടം ഘട്ടമായിട്ട് പടിപടിയായിട്ട് നമ്മൾ നീങ്ങണം എന്ന് വിചാരിച്ചത് എന്നുള്ളതും നമ്മൾ ഈ തരുണത്തിൽ ഓർമ്മിക്കേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. സാർ പറഞ്ഞതുപോലെ ഗാന്ധിയെ ലണ്ടനിൽ വെച്ച് കേട്ട സവർക്കർ അവസാനം ഗാന്ധി വധത്തിൻ്റെ ഭാഗവാക്കാവുന്നത് ഈ വരെയുള്ള ഒരു ചരിത്രം ദേശീയതയെ സംബന്ധിച്ച രണ്ട് ധാരകളുടെ ആശയ സംഘർഷത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതുകൂടി ഒന്ന് അത് ഗാന്ധിജി വളരെ കുട്ടിക്കാലം മുതൽ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ ഒരു വിശ്വാസത്തിൽ വന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാനായിട്ട് സാധിക്കില്ല. ഒരുപക്ഷേ അദ്ദേഹത്തിനത് പാരമ്പര്യമായി ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം ഈ പറയുന്ന ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണല്ലോ. പക്ഷേ കുട്ടിക്കാലം മുതൽ നമ്മൾ ഗാന്ധിജിയുടെ ആത്മകഥയിലും പിന്നീട് ഗാന്ധിജി വിശദീകരിച്ചിട്ടുള്ളതുമായ കാര്യമാണ്. അതായത് ഈ അധകൃതർ അല്ലെങ്കിൽ അസ്പർശ്യർ എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്ന ആളുകളുമായിട്ട് ഇടപഴകുന്നതിന് അദ്ദേഹം യാതൊരു മടിയും കാണിച്ചിട്ടില്ല. ആ കാര്യം അങ്ങനെയുള്ളവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുകയും എന്താണ് അതിലെ കുഴപ്പമെന്ന് അമ്മയുമായിട്ട് തർക്കിക്കുകയുമൊക്കെ ചെയ്യുന്ന ചരിത്രം. ഊക്ക എന്ന് പറയുന്ന ഒരു അസ്പർശ്യനുമായിട്ട് അവനുമായിട്ട് കൂട്ടുകൂടിയോ കളിച്ചോ അവനിൽ നിന്ന് ഭക്ഷണ പദാർത്ഥം സ്വീകരിച്ചെന്നൊക്കെ ചോദിച്ച് ഗാന്ധിജിയും അമ്മയും തമ്മിലുണ്ടായിട്ടുള്ള ചെറിയ തർക്കങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. രേഖാമൂലം അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അന്നു മുതൽ ഈ എല്ലാ വിഭാഗം ആളുകളും യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ഒരു മഹാകുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ഒരു ധാരണ എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ ബാലമനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണാം. ഇത് ഓരോ ഘട്ടത്തിലും ഗാന്ധിയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഇത് ശക്തിപ്പെട്ടു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തെക്കേ ആഫ്രിക്കയിൽ ചെന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്. ആ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള വളരെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക, എല്ലാവരും കൂടുന്നതാണ് ഈ സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രസങ്കല്പം രൂപപ്പെടുത്തി. ആൻഡേഴ്സൺ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ വിഭാവനം ചെയ്യുവാണെന്ന് പറയും, ഒരു ദേശരാഷ്ട്രം. ആ കമ്മ്യൂണിറ്റി എല്ലാവരുടെയുമാണ്. അതിനാണ് നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്, എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന. ഇന്ന് എന്താണ് ഉപയോഗിച്ച അർത്ഥലോപം വന്നിട്ടുള്ള ഒരു പദമാണ് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത്. കാരണം ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള നമ്മുടെ ഭരണാധികാരികൾ പോലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചേർത്ത് നിർത്തുക. അതുകൊണ്ട് നമ്മൾ ധൃതരാഷ്ട്രർ ചേർത്ത് നിർത്തിയതുപോലെയാണോ എന്ന് പോലും സംശയിച്ചു പോകും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആലിംഗനമാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ വാക്കുപയോഗിക്കുന്നില്ല. അതേസമയത്ത് അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഗാന്ധിജി പിന്നീട് അദ്ദേഹം ഇന്ത്യൻ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സംഭാവന ചെയ്തിട്ടുള്ള ദർശനങ്ങളെപ്പറ്റി പഠിച്ചപ്പോൾ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും അതുപോലെ തന്നെ പുരാണങ്ങളും ഒക്കെ പഠിച്ച സമയത്ത് അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയതും ഈ തത്വമാണെന്നുള്ളത് നമ്മൾ അറിയണം. കാരണം ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും ഒരു പ്രപഞ്ച മഹാശക്തിയുടെ ബഹിർസ്ഫുരണങ്ങളാണ്, എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി അൾട്ടിമേറ്റ് പവർ എന്ന് അദ്ദേഹം അറിയുകയാണ്. എല്ലാം ചരാചരങ്ങളും, മനുഷ്യൻ മാത്രമല്ല. അപ്പോൾ അങ്ങനെ അതിന് എല്ലാത്തിനകത്തും ഈ പറയുന്ന ഒരു ഡിവിനിറ്റിയുടെ ദിവ്യത്വത്തിൻ്റെ അംശമുണ്ട് എന്ന് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യൻ തത്വചിന്തയിൽ നമ്മൾ മഹാവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിനകത്ത് എന്താണ്, പ്രപഞ്ചത്തിൽ മുഴുവൻ സർവം ഖൽവിതം ബ്രഹ്മം എന്നാണ് ഒരു മഹാവാക്യം. എല്ലാം ബ്രഹ്മത്തിൻ്റെ രൂപഭേദങ്ങളാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് എന്താണ്,
ഈ അഹം ബ്രഹ്മാസ്മിയും തത്വമസിയൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നത് ഇതൊരു കുടുംബമാണെന്നാണ്. വസുധൈവ കുടുംബകം എന്ന് പറയും. എന്താണ്? അയം നിജ പരോവേദി ഗണനാ ലഘുചേതസ എന്നാണ്. അതെൻ്റെ നിൻ്റെ എന്നെല്ലാം എണ്ണുന്നു അല്പബുദ്ധികൾ. ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്നാണ്. വിശാലഹൃദയന്മാർക്കോ ലോകമേ തറവാടുതാൻ എന്ന് പറഞ്ഞാൽ ലോകം ഒരു തറവാടാണ്. എല്ലാവരും ഈ വിശ്വാസം ഗാന്ധിജിയിൽ ഉറക്കുകയാണ് ചെയ്യുന്നത്. സവർക്കർക്ക് പറ്റിയത് അദ്ദേഹം ഈ ഹിന്ദു മതം എന്ന് പറയുന്നതിനെ ഏറ്റവും സങ്കുചിതമായിട്ടുള്ള രീതിയിൽ ഒരു ബ്രാഹ്മണ്യം നമ്മളെ എന്ത് പഠിപ്പിച്ചുവോ ആ രീതിയിലാണ് അദ്ദേഹം ഹിന്ദു മതത്തെ ഹിന്ദു മതം അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം ഹിന്ദുത്വ എന്ന് പറയുന്നതാണ്. അതൊരു പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതിനകത്ത് ഇൻക്ലൂഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അതിനകത്ത് വളരെ ശ്രേണീബദ്ധമായിട്ടുള്ള ഒരു സാമൂഹ്യ ഘടനയെപ്പറ്റിയും ഒരു രാഷ്ട്രീയ അധികാര ഘടനയെപ്പറ്റിയുമാണ് അത് പറയുന്നത്. ഇത് തമ്മിലുള്ള മൗലികമായ വ്യത്യാസം. അപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഈ ഇൻക്ലൂസീവ് നാഷണലിസം എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ വളരെ ഉദാരമായിട്ടുള്ള സർവധർമ്മ സമഭാവം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച എല്ലാ മതങ്ങളും ഈക്വലാണെന്നും തുല്യമാണെന്നും എല്ലാ മതങ്ങളെയും എല്ലാവരും തുല്യമായി ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും പഠിപ്പിക്കുന്ന ഈ സർവധർമ്മ സമഭാവവും വിശദീകരിക്കുകയും അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ, സ്വീകരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹമാണ് ഇവർ പ്രചരിപ്പിക്കുന്ന, അതായത് ഈ ഹിന്ദുത്വ വക്താക്കൾ പ്രചരിപ്പിക്കുന്ന ആശയത്തിൻ്റെ ഏറ്റവും പ്രബലനായ ശത്രു എന്ന് അവർ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം തകർക്കാതെ ഇവരുടെ ഈ ആദർശം പ്രചരിപ്പിക്കുന്നതിനോ അത് സമൂർത്തമാക്കുന്നതിനുള്ള ഒരു ഇടം നേടാനാവുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് അവർ ഗാന്ധിജിയെ ഒരു പ്രതിയോഗിയായി കാണുകയും ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്യുന്നതിൽ കൂടി മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച് അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ശ്രോതാക്കൾക്ക് വേണ്ടി അപ്പോൾ എന്താണ് ഹിന്ദുത്വം എന്നും കൂടി പറഞ്ഞാൽ ഇതിലെ ഒരു വൈരുദ്ധ്യം കൃത്യമായി മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതിപ്പം എന്തെന്നാ എനിക്ക് തോന്നുന്നത്, അതേ സംബന്ധിച്ച് ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടാകും എന്ന് തോന്നുന്നില്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്, ഹിന്ദുത്വത്തിൻ്റെ വക്താക്കൾ പ്രചരിപ്പിക്കുന്നതാണ്. അവർ വിശ്വസിക്കുന്നത് ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗങ്ങളുടേതാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഈ രാഷ്ട്രത്തിലെ യഥാർത്ഥത്തിലുള്ള അവകാശികളല്ല, യഥാർത്ഥത്തിലുള്ള പൗരന്മാരല്ല. ഈ രാഷ്ട്രത്തിൻ്റെ ഒരു യഥാർത്ഥ പൗരനായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിന് ചില ഉപാധികൾ ഈ ഹിന്ദുത്വയുടെ വക്താക്കൾ വയ്ക്കുന്നുണ്ട്. ഒന്ന്, ഈ ഭൂമിയെ, അതായത് ഇന്ത്യയെ അവർ മാതൃഭൂമി ആയും പിതൃഭൂമിയായും പുണ്യഭൂമിയായും അംഗീകരിക്കണം എന്നുള്ളതാണ്. അവർ ഈ ഭൂമിക്ക് വേണ്ടി, മാതൃഭൂമിക്ക് വേണ്ടി, പിതൃഭൂമിക്ക് വേണ്ടി, പുണ്യഭൂമിക്ക് വേണ്ടി ആത്മത്യാഗം ചെയ്യുന്നതിന് സന്നദ്ധമായിരിക്കണം. അതുപോലെ തന്നെ ഈ ഭൂരിപക്ഷ ഹിന്ദു മതത്തിൽ ഒരു മതമായിട്ടാണ് അവർ കരുതുന്നത്. അതൊക്കെ ഒരു ക്വസ്റ്റ്യനബിളായിട്ടുള്ള നമുക്ക് ചോദ്യം ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു മതമുണ്ടോ? ഒരു മോണോലിത്തിക് ആയിട്ടുള്ളൊരു മതമില്ല എന്ന് ഇതേപ്പറ്റി പഠിച്ചിട്ടുള്ള എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഹിന്ദുക്കൾ പോലും അത് പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ ലോയൽറ്റി എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വയിലെ ഒരു പ്രധാനപ്പെട്ട പ്രമാണമാണ്. അതായത് അവർ ഹിന്ദുക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാജ്യത്തോട് വിധേയത്വമുള്ള, കൂറുള്ള ആളുകളാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നേരെ മറിച്ച് ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ആളുകൾ, ഇതര മതവിഭാഗങ്ങളിൽ പെടുന്നവർ, അതാണ് അതിൻ്റെ അർത്ഥം. ഇതര മതവിഭാഗങ്ങളിൽ പെടുന്നവരുടെ പുണ്യഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയല്ല. മുസ്ലിങ്ങൾക്കത് മെക്കയാണ്, ക്രിസ്ത്യാനികൾക്കത് വേറൊരു സ്ഥലമാണ്, യെറുശലേമാണെന്നൊക്കെയാണ് അവർ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ ഭൂമിയെ പുണ്യഭൂമിയായും മാതൃഭൂമിയും പിതൃഭൂമിയായി അംഗീകരിക്കുകയും അവരുടെ വിധേയത്വം അവർ തെളിയിക്കുകയും ചെയ്യണം. അവരുടെ ലോയൽറ്റി അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാനത് ഈ RSSൻ്റെ ചീഫായിരുന്ന സുദർശനുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു സംവാദത്തിൽ അദ്ദേഹത്തോട് ഇത് ചോദിച്ചതാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്? ഈ ന്യൂനപക്ഷങ്ങളുടെ, ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഈ രാഷ്ട്രത്തോടുള്ള കൂറ്, വിധേയത്വം,
സംശയാസ്പദമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന് മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞില്ല, അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അത് നിൽക്കട്ടെ, അതൊരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. എങ്ങനെയാണിത് തെളിയിക്കേണ്ടത്? ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അത് ഒരു ഡിസൈസീവ് ആക്റ്റിൽ കൂടി, ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ പറയുകയാണ്, ഹിന്ദി ഞാൻ വായിച്ചിട്ടില്ല, അതായത് നിർണായകമായ ഒരു നടപടിയിൽ കൂടി, ഒരു വ്യവഹാരത്തിൽ കൂടി അവരത് തെളിയിക്കണമെന്നാണ്. അതെന്താണെന്ന് പറയുന്നില്ല, അതങ്ങനെ അത് പറയാതെ വിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ പുണ്യഭൂമി എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നതോടുകൂടി ഒരു അപരവൽക്കരണം നടന്നു കഴിഞ്ഞു. അതെ, അത് ഇൻ പ്രിൻസിപ്പൾ മാറ്റാൻ പറ്റാത്ത ഒരു ക്രൈറ്റീരിയയാണ്. പിന്നെ എന്താണ് ഡിസൈസീവ് ആക്ഷൻ എന്നുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യക്കാരായി മാറാൻ സാധ്യതയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. അത് വളരെ ആംബിവാലൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് വിടുകയാണ് ചെയ്യണത്. കാരണം ഇതിനെ ഒരു പുണ്യഭൂമിയായി ഈ മതക്കാർക്ക്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു അസംഷനിലാണ്, ഒരു മുൻധാരണയിൽ, ഒരു പൂർവ്വകൽപ്പനയിൽ അധിഷ്ഠിതമാണ് ഈ ആശയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പൂർവ്വകൽപ്പന നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് വളരെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ വിശദീകരിക്കാത്തൊരു കാര്യമാണ്. അത് ബോധപൂർവം ഇത്തരം ഫോർമുലേഷൻസിൽ വളരെ കൗശലക്കാരായിട്ടുള്ള ബുദ്ധിജീവികൾ ആംബിവാലൻ്റായിട്ട് ചില കാര്യങ്ങൾ വിടും. പ്രത്യക്ഷത്തിൽ നമുക്കത് വിവരിക്കാൻ സാധിക്കാത്തതാണ്. കാരണം കാലത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് അതിന് വ്യാഖ്യാനം കൊടുത്ത് പ്രയോഗിക്കാനായിട്ടുള്ള ഒരു സാധ്യത, ഒരു സ്കോപ്പ് ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ഫ്രിഞ്ച് എലമെൻറ്റ്സ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ. അതായത് ഹിന്ദു മതത്തോടുള്ള വിധേയത്വം തെരുവിൽ ആണ് തെളിയിക്കപ്പെടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർ ന്യൂനപക്ഷക്കാരെ, അവർ കന്നുകാലികളെ കടത്തുന്നു, അല്ലെങ്കിൽ മാംസം കൊണ്ടുപോകുന്നു, ഗോമാംസം കൊണ്ടുപോകുന്നു എന്ന് ആരോപിച്ച് അവർ തെരുവിൽ തല്ലിച്ചതയ്ക്കാനായിട്ട് സാധിക്കുന്നത് ഇത്തരം ഗ്യാപ്പുകൾ ഈ ഫോർമുലേഷൻസിൽ കിടക്കുന്നതുകൊണ്ടാണെന്നാണ് വേണം വിചാരിക്കാനായിട്ട്. അപ്പോൾ ഈ ഡിസൈസീവ് ആക്ഷൻ ഇല്ലാത്തിടത്തോളം കാലം അവർ രണ്ടാം തരം പൗരന്മാരായിരിക്കും. നിശ്ചയമായിട്ടും രണ്ടാം തരം പൗരന്മാരായിരിക്കും. ആ രണ്ടാം തരം പൗരന്മാർ എന്ത് ചെയ്യണം? അവർ ഈ യഥാർത്ഥ പൗരന്മാർക്ക് വിധേയരായിരിക്കണം എന്നതിനകത്ത് പറയും. ഒരു വിധേയരായിരിക്കണം, യഥാർത്ഥ പൗരന്മാർക്ക് അവർ വിധേയരായിരിക്കണം. അവർക്ക് തുല്യത അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു സങ്കല്പമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വരും. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളൊരു സിവിൽ സിറ്റിസൺഷിപ്പിൽ നിന്ന് എത്നിക് ഇതിലേക്ക്, നമ്മുടെ സിറ്റിസൺഷിപ്പിനെ, പൗരത്വത്തെ നിർണ്ണയിക്കുന്ന ഒരു തലത്തിലേക്ക് അവരുടെ ഒരു ആശയധാര എത്തിച്ചേരുന്നത്. എത്നിക് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ലിമിറ്റഡ് സ്കോപ്പാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഹിന്ദു ഈ ഭൂരിപക്ഷ മതം, ഇന്ത്യയിലെ ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തന്നെ ഒരു എത്നിക് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളല്ലല്ലോ. അവർ വളരെ വ്യത്യസ്തമായിട്ടുള്ള എത്നിസിറ്റിയുള്ള ആളുകളാണ്. അപ്പം അതിൽ കൂടുതലായിട്ട് ഇവർ സൃഷ്ടിക്കുന്ന ഒരു കൃത്രിമ മതബോധം എന്ന് പറയുന്നതുണ്ട്. ആ മതബോധത്തെ ആണ് ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരു റിലിജിയനായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. ഏകപക്ഷീയമായിട്ട് ഒരു വളരെ അടിസ്ഥാനമില്ലാതെയും അതിന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ബേസിസിലാണ്, അതാണ് സിറ്റിസൺഷിപ്പിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അതായത് അന്ന് ഈ രാഷ്ട്രീയ അധികാരം നിയന്ത്രിക്കുന്നത് ആരാണോ അവർ നിർണ്ണയിക്കുന്നതാണ് സിറ്റിസൺഷിപ്പിൻ്റെ ക്രൈറ്റീരിയ, അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള നിലയിൽ അത് വരും. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് സർവാധിപത്യത്തിലേക്കുള്ള ആദ്യത്തെ ഒരു മേജർ സ്ട്രൈഡാണ്, ഒരു ചുവടുവയ്പ്പാണത്, ഒരു മുന്നേറ്റമാണെന്ന് നമ്മൾ കാണേണ്ടതാണ്. ജനിക്കുന്ന മണ്ണിൽ ഒരാൾക്ക് പൗരനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശം ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. ജിജീഷ്, അത് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു തലമുറ, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഇപ്പോഴത്തെ ഒരു മുതിർന്ന തലമുറ എന്ന് പറയുന്നവരല്ല ഈ മണ്ണിൽ ജനിച്ചത്. അവരുടെ പൂർവികന്മാരായിട്ട് എത്രയോ തലമുറ. ഞാൻ ശ്രീ സുദർശൻജിയുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചത്, ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ ക്രിസ്ത്യൻസ്, കേരളത്തിലെ മുസ്ലിംസ് ഇൻവേഡേഴ്സായിട്ട് വന്നതല്ല, അവർ ട്രേഡേഴ്സായിട്ട് വന്നതാണ്. വടക്കേ ഇന്ത്യയിൽ ഒരുപക്ഷെ ഇൻവേഡേഴ്സായിട്ടായിരിക്കും വന്നത്, പരാക്രമികളായിട്ടോ അല്ലെങ്കിൽ അക്രമികളായിട്ടോ കോൺഗ്രേഴ്സായിട്ടോ ആയിരിക്കും വന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവർ ട്രേഡേഴ്സായിട്ട് വന്നവരാണ്. അന്നു മുതൽ ഇവിടെ ജീവിച്ചു പോരുന്ന ആളുകളാണ്. ഈ രാജ്യത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയ്ക്കും വികാസത്തിനും അവരുടേതായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള ആളുകളാണ്. സ്വാതന്ത്ര്യ സമരത്തിലും അവർ പങ്കെടുക്കുകയും അവരുടേതായിട്ടുള്ള ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് സമസ്ത രംഗങ്ങളിലും. അങ്ങനെയുള്ള ഒരു ജനവിഭാഗങ്ങളുടെ ഈ ലോയൽറ്റി എന്ന് പറയുന്നത്, അവരുടെ ഈ രാജ്യത്തോടുള്ള, ഈ ജനതയോടുള്ള കൂറ് തെളിയിക്കണമെന്ന് പറയാൻ നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്. ഇവർക്ക് മുകളിൽ നിങ്ങൾക്ക് എന്ത് മേന്മയാണ് അവകാശപ്പെടാനുള്ളത്?
അതിന് മറുപടി ഉണ്ടായില്ല. അദ്ദേഹത്തിനൊന്നും മറുപടി പറയാനായിട്ട് സാധിച്ചില്ല. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു തലമുറയുടെ എന്നല്ല, ഇവിടെ ജനിച്ചവരെന്നല്ല, എത്രയോ തലമുറകളായി, അനേകം തലമുറകളായിട്ട്, നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ ജീവിച്ചു പോരുന്ന, ഇവിടുത്തെ എല്ലാ വ്യവഹാരങ്ങളിലും സക്രിയമായി പങ്കെടുത്തു പോരുന്ന ജനവിഭാഗങ്ങളുടെ കൂറ് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തെളിയിച്ച് കാണിക്കണം എന്ന് പറയുന്നതും, അത് അവർ വിശദീകരിക്കാത്ത ഒരു പ്രവർത്തനങ്ങളിൽ കൂടി കാണിക്കണമെന്ന് പറയുന്നതും വളരെ ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവും അനീതിപരവുമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് അത് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ഒരുപക്ഷെ ഈ വൈകാരികമായ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആശയപ്രചരണം നടത്താൻ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ ഇത്, സങ്കുചിതമായ ഇത്തരം സന്ദർഭം. എന്നാൽ വളരെ വൈവിധ്യപൂർണ്ണമായ ഒരു രാജ്യത്ത് എല്ലാവരെയും സാറ് ആദ്യം ഉപയോഗിച്ച അർത്ഥം നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പദമാണെങ്കിൽ പോലും ചേർത്ത് നിർത്തുന്ന ഒരു ദേശീയതാ ബോധം സൃഷ്ടിക്കുകയും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയത ബോധം സൃഷ്ടിക്കുകയും ഒരുപക്ഷെ ഒരു എലീറ്റ് ക്ലാസിൻ്റെ മാത്രം കൺസേൺ ആയിരുന്ന ഒരു പ്രസ്ഥാനത്തെ ഒരു രാജ്യത്തെ നിരക്ഷരരും നിരാലംബരും ദരിദ്രരുമായ ഒരു വലിയ വിഭാഗം ഭൂരിപക്ഷം ജനങ്ങളുടെ പ്രസ്ഥാനമാക്കി മാറ്റുകയും ചെയ്ത തരത്തിൽ ഉള്ളൊരു ഇടപെടലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ ദേശീയതയെ രൂപപ്പെടുത്തുന്നതിൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് എങ്ങനെ ഇത്ര വലിയൊരു ജനവിഭാഗത്തോട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത്, എങ്ങനെ സംവദിച്ചു എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഗാന്ധിക്ക് അത് സാധിച്ചതെന്നാണ്? ഗാന്ധിജി അത് സാധിച്ചത് അതിന് പല തലങ്ങളുണ്ട്, പല ഘടകങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, ഈ തെക്കേ ആഫ്രിക്ക ഗാന്ധിജിയുടെ ഒരു മോറൽ ലബോറട്ടറി ആയിരുന്നു, ഒരു ധാർമ്മിക പരീക്ഷണശാലയായിരുന്നു എന്ന് പറയും. അവിടെ വെച്ച് അദ്ദേഹം ഈ ഇന്ത്യയുടെ ഒരു മിനിയേച്ചർ ഉണ്ടായിരുന്നു അന്ന് വാസ്തവത്തിൽ ഈ തെക്കേ ആഫ്രിക്കയിൽ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ സാധാരണ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഉള്ള പരീക്ഷണങ്ങളും ഒക്കെ അദ്ദേഹം തെക്കേ ആഫ്രിക്കയിൽ വെച്ച് നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം തെക്കേ ആഫ്രിക്കയിൽ പൊതുപ്രവർത്തനം നടത്താം എന്ന് തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യങ്ങളിൽ ഒരു കാര്യം ഒരു പ്രസിദ്ധീകരണം തുടങ്ങുക എന്നുള്ളതാണ്, ഇന്ത്യൻ ഒപ്പീനിയൻ. ആ ഇന്ത്യൻ ഒപ്പീനിയൻ ഒരു മൾട്ടി ലാംഗ്വേജ് ആയിട്ടുള്ള പല ഭാഷകളിലുള്ള, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാർ ഏതെല്ലാം ഭാഷകൾ സംസാരിക്കുന്നവരാണോ അവരുടെ എല്ലാം ഭാഷകളിലാണത് ആരംഭിച്ചതെന്നുള്ളതാണ്. പക്ഷേ ലോകത്തിലെ തന്നെ ആദ്യത്തെ പരീക്ഷണമാണത്. അതായത് ഹിന്ദിയുണ്ട്, ഗുജറാത്തിയുണ്ട്, തെലുഗുണ്ട്, തമിഴുണ്ട്, ഒഡിയയുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷുമുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ലിംഗ്വലായിട്ടാണ്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ അവർക്ക് നൽകാതിരിക്കുകയും അവരെ മൃഗതുല്യം കണക്കാക്കുകയും ചെയ്യുന്ന യജമാനന്മാരുണ്ടല്ലോ, കൊളോണിയൽ മാസ്റ്റേഴ്സ്, അവർക്ക് മനസ്സിലാകണം. അതിന് ഇംഗ്ലീഷിലും അത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജി ഹിന്ദിയും ഇംഗ്ലീഷും ഗുജറാത്തിയുമാണ് മുഖ്യമായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഹിന്ദിയുടെ തന്നെ സരള രൂപമായ ഹിന്ദുസ്ഥാനിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഇതുപോലെ പ്രസിദ്ധീകരണങ്ങൾ നടത്തി. അത് ഗുജറാത്തിയിലും ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ. ബൈലിംഗ്വൽ ആയിരുന്നു എന്നുള്ളതാണ്. ഗുജറാത്തിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അന്നത് പ്രസിദ്ധീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതൊരു മാധ്യമം അദ്ദേഹത്തിൻ്റെ ജേർണലുകളിൽ കൂടിയിട്ടുള്ളത്. രണ്ടാമത് അദ്ദേഹം സംസാരിച്ചത് സാധാരണ മനുഷ്യരുടെ ഭാഷയാണ്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷനിൽ ആനുവൽ സെഷനുണ്ട്, AICC സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. ആ AICC സമ്മേളനങ്ങൾ ദീർഘകാലം അതിൻ്റെ മാധ്യമം ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ ഗാന്ധിജിക്ക് പ്രസംഗിക്കാൻ കിട്ടിയ ആദ്യത്തെ സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങളിവിടെ നിന്ന് പറയുന്ന കാര്യം ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ്, അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതായത് അധികാരത്തിൽ പങ്കാളിത്തം വേണം, എവിടെ വേണം, ഉദ്യോഗത്തിൽ ഒരു പങ്കു വേണം, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി നിങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം. അതുപോലെ ഇതൊരു ജനകീയ സംഘടനയായിട്ട് മാറണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഗാന്ധിജി തന്നെ ഈ കോൺഗ്രസ്സിനെ ഒരു പുനർസൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇനിഷ്യേറ്റീവ് നീക്കം ആരംഭിക്കുകയും അദ്ദേഹം അതിനു വേണ്ടിയിട്ടൊരു ഭരണഘടന എഴുതിയുണ്ടാക്കുകയും അതിനകത്ത് സാധാരണ ജനങ്ങൾക്ക് വരെ അന്ന് 4 അണ കൊടുത്ത്, അന്ന് 4 അണ ചെറിയ സംഖ്യയല്ല എങ്കിലും അങ്ങനെ മെമ്പർഷിപ്പ് കിട്ടുന്ന രീതിയിൽ ഇതാക്കി തീർക്കുകയും അങ്ങനെ ഇതൊരു ജനകീയ
പ്രസ്ഥാനമാക്കി അദ്ദേഹം രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഗ്രാമീണരായിട്ടുള്ള ആളുകൾക്ക് ഈ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനങ്ങളിൽ വന്ന്, പ്രതിനിധികൾക്ക് മാത്രമല്ല സാധാരണ ആളുകൾക്കും വന്ന് ഇരുന്ന് അവിടെ നടക്കുന്ന ചർച്ചകൾ കേൾക്കുന്നതിനുള്ള ഒരു അവസരമുണ്ടാക്കി. അവർക്ക് കേട്ടാൽ മനസ്സിലാകുന്നതിന് വേണ്ടി അത് സരളമായ ഹിന്ദിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകളുടെയൊക്കെ മാധ്യമം ഹിന്ദിയാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഈ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് നിവേദനങ്ങൾ കൊടുത്തു പോന്നിരുന്ന ഒരു പാരമ്പര്യത്തിനപ്പുറത്ത് നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെ നേരിട്ട് കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുകയും ഈ സാധാരണ ജനങ്ങളെ കൂടി ഭാഗമാക്കുന്ന തരത്തിലുള്ള ഒരു സമര രീതി ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഗതിയല്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജീഷ്. ഗാന്ധിജി ഏറ്റെടുത്ത സമരങ്ങളുടെ രൂപം നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഈ ഗാന്ധിജി ഇന്ത്യയിൽ വന്നപ്പോഴുള്ള ഇന്ത്യയുടെ അവസ്ഥയെപ്പറ്റി ഏറ്റവും ഗംഭീരമായി ഹൃദയസ്പർശിയായിട്ടും പറഞ്ഞിട്ടുള്ളത് നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിലെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് നമ്മൾ വായിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു സമയപരിമിതി കൊണ്ട് അത് വായിച്ച് കേൾപ്പിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ അദ്ദേഹം ഓരോ വിഭാഗത്തെയും എടുത്തെടുത്ത് പറയും. ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ തൊഴിലാളികൾ, ഇന്ത്യയിലെ വ്യവസായ തൊഴിലാളികൾ, അങ്ങനെ ഓരോ വിഭാഗം ആളുകളും അത്യന്തം ദുരിതപൂർണമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. നമ്മളൊരു ഒരു രാഷ്ട്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ അസ്ഥിപഞ്ജരം മാത്രമായിരുന്നു എന്ന് പറയും. അങ്ങനെയാണ് പറയുന്നത്. ആ സന്ദർഭത്തിലാണ് ഗാന്ധിജി വരുന്നത്. എന്നിട്ട് ഗാന്ധിജി എന്താണ് ഇവിടെ ചെയ്തത്? ദെൻ ഗാന്ധി കെയിം, ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറൻറ്റ് ഓഫ് ഫ്രഷ് എയർ ദറ്റ് മെയ്ഡ് us stretch ourselves and take deep breaths എന്ന് തുടങ്ങുന്ന വളരെ പ്രഖ്യാതമായിട്ടുള്ളൊരു ഭാഗമുണ്ട്. ലൈക്ക് എ വിൻഡ് ദറ്റ് അപ്സെറ്റ് മെനി തിങ്സ് ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മുകളിൽ നിന്ന്, ആകാശത്തു നിന്ന് ഇറങ്ങി വരികയല്ല ചെയ്തത്, അദ്ദേഹം സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വരികയാണ് ചെയ്തതെന്ന് പറയും. ഫ്രം ദ കോമൺ മാൻ, അവരുടെ ഭാഷ സംസാരിച്ച് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ച് സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരികയാണ് ചെയ്തതെന്ന് ആണ് നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ഗാന്ധി വന്നതിനെ പറ്റി എഴുതിയിരിക്കുന്നത്. അപ്പം ഈ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇപ്പം മിൽ തൊഴിലാളികളുടെ, ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്, ഖേഡയിലെ കർഷകർക്ക് വേണ്ടിയാണ്, ചമ്പാരനിലെ കർഷകർക്ക് വേണ്ടിയാണ് സമരം. അതുപോലെ തന്നെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയതിനെതിരായിട്ടാണ് അമൃത്സറിലുണ്ടായ സമരം. അങ്ങനെ ഓരോ പ്രദേശത്തും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അത് സമരമാക്കി വികസിപ്പിച്ച് അതിനെ ഈ സാധാരണ ആളുകളെ മുഴുവൻ അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഉദാഹരണം എന്ന് പറയുന്നത് 1930 ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഗാന്ധിജി നിയമലംഘനത്തിന് എന്ത് വിഷയത്തിൽ നിയമലംഘനം നടത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നതിനുള്ള അധികാരം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധിജിക്ക് നൽകുകയാണ്. 42 അത് തന്നെയാണ് ചെയ്തത്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗാന്ധി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി വളരെ ദിവസം ഈ തീരുമാനം ഗാന്ധിജിയെ ഏൽപ്പിച്ചിട്ട് മറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാം സ്വസ്ഥമായി അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ടു. ഗാന്ധിജി അന്ന് മുതൽ അസ്വസ്ഥനായി. ഗാന്ധിജി പറയുന്നത് പലപ്പോഴും അദ്ദേഹം അർദ്ധരാത്രിയിലൊക്കെ ഉറക്കം ഞെട്ടി എഴുന്നേൽക്കും. ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത്? അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ദിവ്യ വെളിപാട് പോലെ ഈ ഉപ്പ് ആണ് ഒരു വിഷയമായിട്ട് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഉപ്പ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഏത് വിഷയമെടുത്താണ് ഗാന്ധിജി സമരം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഉള്ള ഒരു ആവലാതിയിൽ അന്ന് ഇംഗ്ലണ്ടിലെ ക്യാബിനറ്റിൽപ്പെട്ട ആളുകൾ അവരും ആ കാര്യത്തെപ്പറ്റി വളരെ ആശങ്കാകുലരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരൊരു സായാഹ്നത്തിൽ അവരുടെ ക്ലബ്ബിൽ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്താണ് റോയിറ്റർ ഇത് അനൗൺസ് ചെയ്യുന്നത്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ ഈ കോൺഗ്രസിൻ്റെ അന്നത്തെ മുന്നണി നേതാക്കന്മാർ, മുൻപന്തിയിലുള്ള നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് ക്യാബിനറ്റിലുള്ള ആളുകളും അവരോടൊപ്പമുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇത് കേട്ട് പരിഹസിച്ച് ചിരിച്ചു എന്നാണ്. അവർ ചിരിച്ചു പോയി എന്നാണ്. ഇത്ര പ്രസക്തമല്ലാത്ത നിസ്സാരമായ ഒരു വിഷയമാണല്ലോ ഗാന്ധിജി എടുത്തത്. അതേപ്പറ്റി നെഹ്റു പറയുന്നുണ്ട്, അതേപ്പറ്റി എഴുതിയിട്ടുണ്ട്, അത് ഞാൻ പറയാം.
നിങ്ങൾ ഗാന്ധി സിനിമ, ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ കണ്ടാൽ ആ രംഗം, അതായത് ലണ്ടനിൽ ഈ വാർത്ത കേൾക്കുന്ന, റോയിറ്റർ പറയുന്ന ഈ വാർത്ത കേൾക്കുന്ന അതിൻ്റെ ഒരു സീനുണ്ട്, ഒരു ഷോട്ടുണ്ട് അതിനകത്ത് ആരാണെന്ന് ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ല. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ബ്രിട്ടീഷ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് അദ്ദേഹം. ഇങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് വളരെ പുച്ഛത്തോട് കൂടിയിട്ട് സാൾട്ട് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അതായത് ഒരു ഓസ്കർ കൊടുക്കാം ആ അഭിനയത്തിന്. ആ പുച്ഛം അഭിനയിക്കുക അത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുച്ഛം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ജിജീഷെ, നമ്മൾ ഓർക്കുമല്ലോ എന്താണ് സംഭവിച്ചത് ഇന്ത്യയിൽ. 2 ദിവസം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ അടുക്കളകളിലും ഇത് ചർച്ചാ വിഷയമായി എന്നുള്ളതാണ്. അടുക്കളയിൽ ഒരു നേരത്തെ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ പറയാൻ തുടങ്ങി, എന്താണ്, ഉപ്പ് നാളത്തെ സത്യാഗ്രഹം ഇതിൻ്റെ പേരിലാണ് എന്ന് പറയാൻ തുടങ്ങുകയാണ്. ഇന്ത്യ മുഴുവൻ ഇളകി. ഇന്ത്യയിൽ ഇത്രയും അധികം ജനങ്ങൾ പങ്കെടുത്ത ഇത്രയും അക്രമരഹിതമായ ഒരു സമരം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നെഹ്റു പിന്നീട് തിരുത്തി, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യന് എന്തോ ഒരു ദിവ്യശക്തിയുണ്ട്. കാരണം ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പൾസ്, അവരുടെ നാഡി തൊട്ടറിയുന്നതിനുള്ള, നാഡിമിടിപ്പ് തൊട്ടറിയുന്നതിനുള്ള എന്തോ ഒരു ദിവ്യശക്തി ഈ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്ന് പണ്ഡിറ്റ് നെഹ്റുവിന് പിന്നീട് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ സാധാരണ മനുഷ്യരുടെ സൂചിപ്പിച്ചതുപോലെ ഈ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അത് ഏറ്റെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരങ്ങൾ രൂപപ്പെടുത്തുക വഴി ഈ സാധാരണ ജനതയെ മുഴുവൻ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെയെല്ലാം ഈ ദേശീയതയിൽ ഉൾപ്പെടുത്തുന്നതിനും ഉൾച്ചേർക്കുന്നതിനും, ജിജീഷിന് നിർബന്ധമാണെങ്കിൽ അവരെ ചേർത്ത് നിർത്തുന്നതിനും ഗാന്ധിജിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തമായ കാര്യം.